ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൊട്ടാറ്റോ ചീസ് ബോൾസ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണിത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായി ഞാനൊരു 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ അത് കട്ട് ചെയ്യാതെ മുഴുവനായിട്ടിട്ട് വേവിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് മല്ലിയിലയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുക്കുന്നതാണ്. കുഴച്ച് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മുട്ടയുടെ വെള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചീസാണ്. ഞാനിവിടെ ഗ്രേറ്റഡ് ചീസാണ് എടുത്തിരിക്കുന്നത്. ക്യൂബ്സ് ആണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ചീസ് നടുക്കിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ചീസ് പുറത്ത് വരാത്ത വിധത്തിൽ വേണം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. എന്നിട്ട് എഗ് വൈറ്റിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓരോ ബോൾസും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയിട്ട് വരുമ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി ഇതിൻ്റെ ഉൾവശം ഇതുപോലെയാണ് ഇരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണിത്. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഡിപ്പ് ചെയ്യാനായിട്ട് എഗ് വൈറ്റിന് പകരം മൈദപ്പൊടിയോ കോൺഫ്ലവറോ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻസിൽ അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.